നമസ്കാരം സജീവൻ സാറേ. നമസ്കാരം ഡിനീസ് സാറേ, നമ്മുടെ മഴക്കാല മുന്നൊരുക്കങ്ങളെ പറ്റിയുള്ള ഈ ഒരു എപ്പിസോഡ് പോകുന്ന സമയത്ത് നമ്മുടെ തോട്ടങ്ങളിൽ മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ വേരും പൊട്ടണം, അതുപോലെ നല്ല ഫ്ലവറിങ്ങും ബൂസ്റ്റ് ആവണം, ചെടികൾക്ക് രോഗം കുറയണം, പ്രതിരോധശേഷി കൂടണം. ഇതിനൊക്കെ പറ്റിയ ഒരു കോംബോ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഏതെങ്കിലും ഒരു മൂലകങ്ങളോ പ്രൊഡക്റ്റുകളോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുമിൾനാശിനികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് കുമിൾനാശിനി ഉപയോഗിച്ചാലും അതൊരു അറസ്റ്റിങ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെ ഒരു ജീവിയുടെ നശിപ്പിക്കുന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ കോശങ്ങൾ നശിക്കുക. അപ്പോൾ നമ്മൾ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിയെയും ബാധിക്കുന്നുണ്ട്, ചെടിയുടെ കോശങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ വളർച്ച മുരടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിനൊപ്പം അതിന് ശേഷം ഏതെങ്കിലും ഗ്രോത്ത് പ്രൊമോട്ടറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മൾ ഇടുക്കിയിലെ COC ഉപയോഗിക്കുന്നുണ്ട്. COC ഉപയോഗിക്കുന്നവരെല്ലാം അതിനൊപ്പം ഹെക്സാകോണസോളോ, ടെബുക്കോണസോളോ, പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് ഉപയോഗിക്കും. ഇപ്പോൾ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എല്ലാവരുടെയും വിചാരം നമ്മുടെ ഒരു ഫംഗിസൈഡായിട്ടാണ് ഉപയോഗിക്കുന്നത്, എങ്കിലും അതൊരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. കാരണം ഈ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫോണിക് ആസിഡിൻ്റെയും ഫോസ്ഫറസ് ആസിഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ഈ സാധനം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ചെടിയുടെ അസുഖം മാറുന്നത് തന്നെയല്ല. പണ്ട് മുതലേ ഫൈറ്റോപ്തോറയ്ക്ക് കുരുമുളകിനൊക്കെ റെക്കമെൻഡേഷൻ ഉള്ള സാധനമാണ് പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ്. ഈ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് ഉപയോഗിക്കുമ്പം അസുഖം മാറും, ചെടിക്കൊരു പച്ചപ്പ് കിട്ടുകയും ചെയ്യും, പുതിയ വേരുകളൊക്കെ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യമുണ്ട്, സാധനം നല്ലതായിരിക്കണം. മാർക്കറ്റിൽ നല്ല കമ്പനികളുടെ സാധനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ലിറ്റർ വെയിറ്റ് നോക്കണം. ഒരു കുപ്പി എടുത്ത് വെയിറ്റ് നോക്കിയാൽ മതി. ശരിക്കും പല കമ്പനിയുടെ എടുത്ത് നോക്കുക, ചിലത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും 1 കിലോ അല്ലെ 1.25 അത്രയൊക്കെ വരത്തുള്ളൂ. നല്ല പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.25 മേളിലൊക്കെ വെയിറ്റ് വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ മാർഗ്ഗം, അല്ലാതെ നമുക്ക് വേറെ ലാഭമോ കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക, നല്ല കമ്പനിയുടെ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് ഉപയോഗിക്കുക. അതായത് ഫോസ്ഫോണിക് ആസിഡ്, ഫോസ്ഫറസ് ആസിഡ്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉള്ള സാധനം ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ നമ്മൾ ആ വെയിറ്റ് ഒന്ന് നോക്കുക, നോക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാനും നല്ലതാണ്. കുരുമുളകിനും അത് ഏലത്തിനും എല്ലാം പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് വേറെ കുറവുള്ളിടത്ത് ഇൻഫെക്ഷൻ മാറുകയും ചെയ്യും, പൊടിവേലുകൾ അടിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഡോസേജും കൂടെ ഒന്ന് പറയാം. 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി, അതാണ് ഒരു കണക്ക്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ പല കോമ്പിനേഷൻ ആപ്ലിക്കേഷൻ വരുമ്പം 2 എന്നുള്ളത് 1.5 ആയിട്ട് കുറയ്ക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം ഇതാണ്, അസുഖം മാറും, നമുക്ക് അഡീഷണൽ ചെടിയുടെ കോശങ്ങളെ വളർച്ചയും വേരുണ്ടാകാനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന സാധനമാണ്. സ്പ്രേ ചെയ്യുകയും ചെയ്യാം, ഡ്രഞ്ച് ചെയ്യുകയും ചെയ്യാം. കമ്പനി നല്ലതായിരിക്കണം, ശ്രദ്ധിക്കുക.